നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എന്നും കാണുന്ന ആ സാധാരണ ട്രെയിനുകൾക്കും ട്രാക്കുകൾക്കും വളരെ അപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ റെയിൽവേയെ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുന്ന, എന്നാൽ നമ്മുടെയൊന്നും കണ്ണിൽപ്പെടാത്ത ആ വലിയൊരു രഹസ്യ കോർപ്പറേറ്റ് സാമ്രാജ്യമുണ്ടല്ലോ, അതിന്റെ ഉള്ളുകള്ളികളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. തീർച്ചയായും ഇതൊരു കിടിലൻ യാത്രയായിരിക്കും. ശരി, നമുക്ക് നേരിട്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഈ റെയിൽവേ ശൃംഖല യഥാർത്ഥത്തിൽ ആരാണ് പ്രവർത്തിപ്പിക്കുന്നത്? യാത്രക്കാരെന്ന നിലയിൽ നമ്മൾ ലോക്കോ പൈലറ്റുമാരെയും ടിടിഎമാരെയും ഒക്കെ മാത്രമാണ് കാണുന്നത്, അല്ലേ? എന്നാൽ 67,000 കിലോമീറ്ററിലധികം നീളമുള്ള, ദിവസേന ആയിരക്കണക്കിന് ട്രെയിനുകൾ ഓടുന്ന ഈ മഹാസംവിധാനം അനങ്ങണമെങ്കിൽ വെറും ട്രെയിനുകളും ട്രാക്കുകളും മാത്രം പോരാ. അതിനു പിന്നിൽ വളരെ സങ്കീർണമായ, എന്നാൽ കൃത്യമായി പ്രവർത്തിക്കുന്ന വലിയൊരു എക്കോസിസ്റ്റം തന്നെയുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് നോക്കുന്നത്. 1. ഈ പറഞ്ഞ മറഞ്ഞിരിക്കുന്ന റെയിൽവേ ആവാസവ്യവസ്ഥ. 2. ഇവരുടെ കേന്ദ്രീകൃത പരിശീലന സ്ഥാപനങ്ങൾ. 3. പ്രധാന സേവന സംഘടനകൾ. ഒപ്പം 4. ഇതിന്റെ സാങ്കേതിക, സാമ്പത്തിക വിഭാഗങ്ങൾ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം മറിഞ്ഞിരിക്കുന്ന റെയിൽവേ ആവാസവ്യവസ്ഥ, അതായത് ട്രാക്കുകൾക്ക് പിന്നിലെ ബുദ്ധിയും പേശികളും. നോക്കൂ, നമ്മൾ എപ്പോഴും കാണുന്നത് റെയിൽവേയുടെ ഏറ്റവും അവസാനത്തെ മുഖം മാത്രമാണ്. എന്നാൽ ദിവസേന ലക്ഷക്കണക്കിന് യാത്രക്കാരെയും ടൺ കണക്കിന് ചരക്കുകളും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിക്കുന്ന ആ യഥാർത്ഥ മാജിക് ഉണ്ടല്ലോ, അത് ചെയ്യുന്നത് തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയ ഒരു ബ്രെയിൻ ട്രസ്റ്റും അതുപോലെ ചില കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ പ്രതിദിന കാഴ്ചകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഈ സംഘടനാ സംവിധാനത്തിന്റെ നട്ടെൽ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയി ഇതെല്ലാം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നോക്കാം. രണ്ടാമത്തെ ഭാഗം, കേന്ദ്രീകൃത പരിശീലന സ്ഥാപനങ്ങൾ, അതായത് റെയിൽവേയുടെ സ്വന്തം സർവകലാശാല സംവിധാനം. ഈ വലിയ കോർപ്പറേറ്റ് സംവിധാനത്തിന്റെ തലച്ചോറ് എവിടെയാണെന്നറിയാമോ? അത് വഡോദരയിലുള്ള നാഷണൽ അക്കാഡമി ഓഫ് ഇന്ത്യൻ റെയിൽവേസ് അഥവാ NAIRലാണ്. ഇതൊരു അപ്പെക്സ് മാനേജ്മെന്റ് കേന്ദ്രമാണ്. എന്നാൽ NAIRന് താഴെയായിട്ട് റെയിൽവേയുടെ ഓരോ സാങ്കേതിക വിഭാഗങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളുണ്ട്. മാനേജ്മെന്റും ടെക്നിക്കൽ കാര്യങ്ങളും എങ്ങനെ വളരെ കൃത്യമായി വേർതിരിച്ചിരിക്കുന്നു എന്നത് ഇവിടെ നമുക്ക് വ്യക്തമായി കാണാം. ഇനി ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര കൃത്യമായ പരിശീലനമാണ് നൽകുന്നതെന്നതാണ്. ഇതൊരു വലിയ യൂണിവേഴ്സിറ്റി പോലെയാണ്. സിവിൽ എഞ്ചിനീയറിംഗിനായി പൂണെയിലെ IRICN, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനായി സെക്കന്ദരാബാദിലെ IRISCT, ഇലക്ട്രിക്കൽ കാര്യങ്ങൾക്ക് നാസിക്കിലെ IREN, പിന്നെ മെക്കാനിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ജമാൽപൂരിലെ IRIME. ഇങ്ങനെ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് റെയിൽവേയുടെ സാങ്കേതിക മികവ് എപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തലച്ചോറിനെപ്പറ്റി സംസാരിച്ചു. ഇനി നമുക്ക് കൈകാലുകളിലേക്ക് വരാം. മൂന്നാമത്തെ ഭാഗം, പ്രധാന സേവന സംഘടനകൾ. ദിനംപ്രതിയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന കോർപ്പറേറ്റ് കൈകളാണ് ഇവ. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റെയിൽവേ PSU അഥവാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എന്നു പറഞ്ഞാൽ എന്താണെന്നാണ്. കേൾക്കുമ്പോൾ വലിയൊരു സർക്കാർ വാക്കായിട്ട് തോന്നും, അല്ലേ? ലളിതമായി പറഞ്ഞാൽ റെയിൽവേയുടെ പ്രത്യേക പ്രവർത്തനങ്ങളും സാങ്കേതിക സാമ്പത്തിക ചുമതലകളുമൊക്കെ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർ തന്നെ രൂപീകരിച്ച പ്രത്യേക കോർപ്പറേറ്റ് കമ്പനികളാണിവ. ഈ കമ്പനികൾ എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. 1986 വന്ന CRIS ആണ് റെയിൽവേയുടെ സോഫ്റ്റ്വെയറുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് 1999 വന്ന IRCTC നിങ്ങൾക്ക് ടിക്കറ്റുകൾ വിൽക്കുന്നതും ഭക്ഷണം തരുന്നതുമെല്ലാം. ഇനി നിങ്ങളുടെ ചരക്കുകൾ കണ്ടെയ്നറുകളിൽ സുരക്ഷിതമായി എത്തിക്കുന്നത് 1988 തുടങ്ങിയ കോൺകോർ ആണ്. ഒപ്പം പുതിയ റെയിൽവേ ട്രാക്കുകളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നത് 2003 രൂപീകരിച്ച RVNL-ഉം. കണ്ടോ, ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ റെയിൽവേ പൂർണ്ണമാകുന്നത്. ഇനി ഈ സംവിധാനത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നാലാമത്തെ ഭാഗം, സാങ്കേതിക സാമ്പത്തിക വിഭാഗങ്ങൾ, ഭാവിയുടെ എഞ്ചിനീയറിംഗും ഫണ്ടിങ്ങും. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നിർമ്മാണവും സാമ്പത്തിക കാര്യങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. 1974 RITS-ഉം 1976 IRCO-നും റെയിൽവേയുടെ സാങ്കേതിക ഉപദേശകരായും നിർമ്മാണ വിദഗ്ധരായുമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ വികസനങ്ങൾക്ക് പണം എവിടെ നിന്നുവരും?
അവിടെയാണ് 1986 തുടങ്ങിയ IRFC അഥവാ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷന്റെ റോൾ. റെയിൽവേക്കാവശ്യമായ വലിയ ഫണ്ടുകൾ കണ്ടെത്തുന്നത് ഈ ഫിനാൻഷ്യൽ ബാക്ക്ബോൺ ആണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വെറുമൊരു ട്രെയിൻ യാത്രയ്ക്ക് പിന്നിൽ എത്ര വലിയൊരു കോർപ്പറേറ്റ് ശൃംഖലയാണ് രാവും പകലും പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കാണും, അല്ലേ? പരിശീലനം മുതൽ ടെക്നോളജി വരെ, നിങ്ങളുടെ ടിക്കറ്റ് ബുക്കിംഗ് മുതൽ പുതിയ പാളങ്ങളുടെ നിർമ്മാണം വരെ. അപ്പോൾ എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്: അടുത്ത തവണ നിങ്ങൾ ഒരു ട്രെയിനിൽ കയറുമ്പോൾ നിങ്ങളുടെ ആ യാത്ര ഇത്രയും സുഗമമാക്കിയ ഈ മറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് സംഘടനകളിൽ ഏതിനോടായിരിക്കും നിങ്ങൾ നന്ദി പറയുക? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. കണ്ടതിനും കേട്ടതിനും ഒരുപാട് നന്ദി.